അച്ഛന് എന്താ പറയുക, അച്ഛനൊക്കെ സീനാണ്. അച്ഛന് തളർവാദം പിടിച്ച് കിടക്കുകയാണ്. വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്, മുഖത്തൊരു ഇമോഷൻസും ഇല്ലാതെ. അച്ഛൻ തളർവാദം പിടിച്ചു വീട്ടിലൊരു സൈഡിൽ കിടക്കണം, പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉപദ്രവവും ഇല്ലാതെ കിടക്കുകയാണ്. അയാളെ കൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അമ്മ ഭയങ്കര സീനാണ്. അമ്മ എന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൊറിഞ്ഞു കയറും. അമ്മയ്ക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറാനുള്ള ദേഷ്യമാണ്. എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ ഒരു വ്യക്തി പോലും ഇല്ല വീട്ടിൽ. എനിക്കെൻ്റെ വീട് ഒരു നരകമായിട്ട് തോന്നുന്നു. വീട്ടിൽ പോകാൻ എനിക്ക് തോന്നൂല. ഞാൻ കുറേ കാലമായി ഡോക്ടറെ സന്തോഷിച്ചിട്ട്, മനസ്സുകൊണ്ട് സന്തോഷിച്ചിട്ട്. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിൻ്റെ ബഹളവും, ടീച്ചേഴ്സിനെ എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞാനൊരു അധികപ്പറ്റാണ്. എനിക്ക് മടുത്ത് ജീവിതം. എനിക്ക് കുറച്ച് സന്തോഷം കിട്ടണം. ന്യായമായിട്ടുള്ള ആഗ്രഹമാണ് അല്ലേ? ഒരു വ്യക്തിക്ക് സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ജീവിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് സന്തോഷം ഉണ്ട് മോളെ, സന്തോഷത്തിനുള്ള സോഴ്സസ് നിൻ്റെ ചുറ്റുമുണ്ട്, പക്ഷെ നീ കാണുന്നില്ല. നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഇരിക്കാറുണ്ടോ? എത്ര ദിവസമായി നീ നിൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട്? അപ്പോൾ അവൾ പറഞ്ഞു, ഡോക്ടർക്ക് മനസ്സിലായില്ല, അച്ഛന് തളർവാദം പിടിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് 8-10 ദിവസമായിട്ടുണ്ടാവും. ഒരേ വീട്ടിൽ താമസിക്കുന്ന മകൾ അച്ഛനെ നേരിട്ട് കണ്ടിട്ട് 8-10 ദിവസമായിട്ടുണ്ടാവുന്ന. അച്ഛൻ ഇവിടെ വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അച്ഛനെ വന്ന് കാണാൻ കഴിയോ? ഹീസ് പാരലൈസ്ഡ്. മകൾക്ക് അങ്ങോട്ട് ചെന്ന് കണ്ടൂടെ? അപ്പം ഞാൻ ചെറിയൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്ത്. ഞാൻ പറഞ്ഞു, നീ ഒരു 10 ദിവസം ശ്രമിക്കുക, നമുക്ക് നോക്കാം സന്തോഷം കിട്ടുമെന്ന്. നീ എന്നും രാവിലെ നിൻ്റെ അച്ഛൻ്റെ കട്ടിലിൽ ചെന്ന് ഇരിക്കുക. എന്നിട്ട് നിനക്ക് പറയാനുള്ള ദുഃഖങ്ങൾ മുഴുവൻ നിൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയാം, നിനക്ക് സന്തോഷം കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. മനസ്സോടെയാണ് അവൾ തിരിച്ചു പോയത്. അവൾക്ക് തൃപ്തിയായില്ല. എങ്കിലും ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള അർത്ഥത്തിൽ അവൾ പോയി.